ഇനി നമുക്ക് അസലൊരു നാടൻ ഊണ് ഉണ്ടാക്കിയാലോ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കുറച്ചധികം വിഭവങ്ങളായിട്ടൊരു ഊണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തായ് റൈസാണ്. നോർമലി ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അരിയാണ് എടുക്കാറ്, പക്ഷെ അത് തീരാറായി. അപ്പോൾ അതുകൊണ്ട് തായ് റൈസ് എടുത്തതാണ് കേട്ടോ. ഇന്ന് കുമ്പളങ്ങ വെച്ചിട്ടൊരു മോരുകറിയും, പിന്നെ കുറേ കാലത്തിന് ശേഷം, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 വർഷമൊക്കെ ആയി ഈ ഒരു മുരിങ്ങയുടെ ഇല കഴിച്ചിട്ട് കേട്ടോ. തായ്ലൻഡിന് വന്നതിന് ശേഷം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ മുരിങ്ങയുടെ ഇല കിട്ടി, അപ്പോൾ വേഗം തന്നെ ഞാനത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുമ്പളങ്ങക്കറിയും, അതായത് കുമ്പളങ്ങ മോര് കറിയും മുരിങ്ങ തോരനും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ അമ്മ അവിടെ നാട്ടിലുണ്ടാക്കുന്ന സ്റ്റൈലാണ് ഞാൻ മോരുകറി ഉണ്ടാക്കാറ്. നമ്മുടെ പാലക്കാടൻ സ്റ്റൈൽ മോരുകറി കേട്ടോ. സിമ്പിളാണ്. കുമ്പളങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കുക. അതിലോട്ട് നല്ല പുളിയുള്ള മോര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങയും ജീരകവും അരച്ചതും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങ വെച്ചിട്ടുള്ള മോരുകറി റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് മുരിങ്ങയുടെ ഇല ഇങ്ങനെ ഊരിയെടുക്കണം. ഇത് കുറച്ച് പാടുപെട്ട ഒരു പണിയാണ്, പക്ഷേ എനിക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് അതിനോട് അത്ര അങ്ങോട്ട് ഒരു മടുപ്പ് തോന്നിയില്ല. അപ്പം ഞാൻ മുരിങ്ങയുടെ ഇലയൊക്കെ ഊരി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കി കുറച്ച് കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. ഈ ഒരു മോരുകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കൊരു 3-4 ദിവസം കഴിക്കാനുണ്ടാവും. അതുപോലെ തന്നെയാണ് സാമ്പാർ. മിക്കവാറും ഞങ്ങളിവിടെ കറിയൊന്നും ഉണ്ടാക്കാറില്ല, നമുക്ക് തൈരിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് വിഭവസമൃദ്ധമായിട്ടുള്ളൊരു, ഞങ്ങളുടെ രീതിയിലുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ ഇല തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത് പിന്നെ കുറച്ച് നമ്മൾ ഇലയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൂടുതലുണ്ടാവും, പക്ഷേ വെന്ത് കഴിഞ്ഞാൽ ആകെ ഒരു പിടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ വറുത്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങയുടെ ഇല തോരൻ റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഈ ചോറ് തായ് റൈസ് ആയതുകൊണ്ടാണ് കുറച്ചിങ്ങനെ ഒരു എന്താ പറയുക കുഴഞ്ഞ പോലെ ഇരിക്കുന്നത്. അത് നമുക്കതിൻ്റെ വേവൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അതെനിക്ക് തോന്നുന്നു ജസ്റ്റ് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഇവർ വേവിക്കുന്നത്. നമ്മളെ പോലെ കുക്കറിലും അതുപോലെ റൈസ് കുക്കറിലും അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ സാൽമൺ ഫ്രൈ ഉണ്ട് അതിൻ്റെ കൂടെ, പിന്നെ നമ്മുടെ തക്കാളി ചട്നി ഉണ്ട്, പിന്നെ കുറച്ച് പപ്പടം വറുത്തതും കൂടി ഉണ്ട് കേട്ടോ. കുശാലല്ലേ, ഇത് മാത്രം മതി നല്ല അടിപൊളിയായിട്ട് സമൃദ്ധമായിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ ലഞ്ച്. നിങ്ങളുടെ ലഞ്ച് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യണേ. ടാറ്റാ.